അറബിക്കടലിലെ സമീപകാല കപ്പലപകടങ്ങളിൽ അട്ടിമറി സാധ്യത പഠിക്കുന്ന കേന്ദ്ര വിദേശ അന്വേഷണ ഏജൻസികൾ ഹൈ പവർ മൈക്രോവേവ് ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് അധിഷ്ഠിത ഉപകരണങ്ങളുടെ ഉപയോഗം പരിശോധിക്കുന്നു. യുദ്ധക്കപ്പലുകളുടെയും പോർവിമാനങ്ങളുടെയും GPS സംവിധാനങ്ങളടക്കം തകിടം മറിക്കാൻ ശേഷിയുള്ള ഇത്തരം HPM ഉപകരണങ്ങൾ തുർക്കി വികസിപ്പിച്ചിരുന്നു. തീവ്രശക്തിയുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ പ്രസരണമുണ്ടാക്കുന്ന ഇത്തരം ഉപകരണങ്ങളുടെ ഉപയോഗം കണ്ടെത്താൻ അട്ടിമറി സംശയിക്കുന്ന പ്രദേശങ്ങളിലെ വൈദ്യുതിയുടെ ഉപയോഗത്തിൽ പൊടുന്നനെയുണ്ടാകുന്ന വർധന പരിശോധിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത്. സൈനിക പ്രതിരോധത്തിനായി തുർക്കി വികസിപ്പിച്ച പോർട്ടബിൾ HPM ആയുധമായ ആൽക്ക DEW ഒരു സ്പോർട്സ് കാറിൽ കൊണ്ടുപോകാവുന്ന വലിപ്പമുള്ളതാണ്. 2.5 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് വരെ വൈദ്യുതി ഉപയോഗിച്ച് ഇവ പ്രവർത്തിപ്പിക്കാനാകും. 1500 മീറ്റർ മുതൽ 5000 മീറ്റർ വരെ അകലത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തകരാറിലാക്കാനുള്ള ശേഷി ആൽക്കയ്ക്കുണ്ടെന്നും തുർക്കി ആയുധ ഗവേഷണ കേന്ദ്രമായ റോക്കറ്റ്സൺ പ്രഖ്യാപിച്ചിരുന്നു. ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തകരാറിലാക്കുന്നതിനു പുറമെ സ്ഫോടന സ്വഭാവമുള്ള രാസപ്രവർത്തനങ്ങളെ തീപിടിപ്പിക്കാനും ശക്തിയേറിയ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് കഴിയുന്ന സാഹചര്യത്തിലാണ് അറബിക്കടലിൽ സമീപകാലത്തുണ്ടായ കപ്പലപകടങ്ങൾ അട്ടിമറി സാധ്യതയുണ്ടോ എന്ന പരിശോധന നടത്തുന്നത്. അറബിക്കടലിലെ ചരക്കു കപ്പലപകടങ്ങളിൽ മാരിടൈം ഇൻഷുറൻസ് കമ്പനികളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സമീപകാലത്ത് കപ്പലപകടങ്ങളിലും കപ്പലുകളിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തകരാറിലാക്കാനും തീപിടിപ്പിക്കാനും ശേഷിയുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി അമേരിക്കയുടെ ജോയിന്റ് മെറൈൻ ഇൻഷുറൻസ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് യൂറോപ്പിലെ കപ്പലപകടങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ നിയോഗിച്ച കൺസോർഷ്യത്തിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞയാഴ്ച കേരളം സന്ദർശിച്ചത്.